സ്റ്റുഡൻസ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നിങ്ങളുടെ പ്രോഗ്രാം 7th വൺ, അതായത് സ്ട്രിങ്ങിൻ്റെ ഒരു പ്രോഗ്രാമാണ്. ലെങ്ത് ഓഫ് ദ സ്ട്രിങ് കണ്ടുപിടിക്കാനായിട്ട്, അതായത് നമ്മളൊരു പേരോ എന്തെങ്കിലും ഒരു സ്ട്രിങ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് എന്ന് എണ്ണി നമുക്ക് റിസൾട്ട് തരുന്നതിനാണ്, അതിൻ്റെ ലെങ്ത് തരുന്നതിനാണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് കാണിക്കാം. റൺ ചെയ്യുമ്പോൾ എൻറ്റർ ദ സ്ട്രിങ് ചോദിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സ്ട്രിങ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ പ്രിയ കൊടുത്തു, സ്പേസും ഇട്ട് നിങ്ങൾക്ക് കൊടുക്കാം. പ്രിയ എൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എൻറ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്, അതായത് ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ഇസ് എന്ന് പറഞ്ഞിട്ട് വൃത്തിയായിട്ട് അത് കൂട്ടും. PRIYA വരെ 5, പിന്നെ ഒരു സ്പേസ് വരുമ്പം 6, പിന്നെ M വരുമ്പം 7. അപ്പോൾ ടോട്ടൽ ലെങ്ത് എത്ര ആയിരിക്കും? 7. സോ അതായിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുക്കുന്ന സ്ട്രിങ് ആയിരിക്കും ഔട്ട്പുട്ടിൽ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് 7 എന്ന് പറഞ്ഞ് വരണം. അപ്പോൾ അതിനു വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഈ സ്ട്രിങ് നമ്മൾ ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നു. അതൊരു അറേ വേരിയബിളായിരിക്കും, അതിൽ ക്യാരക്ടേഴ്സ് മാത്രമായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ എത്ര ക്യാരക്ടേഴ്സ് ഈ സ്ട്രിങ്ങിലുണ്ടെന്ന് എണ്ണണം. അപ്പം ഇത് ഫസ്റ്റ് ക്യാരക്ടർ, ഇത് സെക്കൻഡ് ക്യാരക്ടർ, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത്, 7th. അപ്പം ക്യാരക്ടേഴ്സിൻ്റെ ഒരു പ്രത്യേകത, അതായത് നമ്മൾ എത്രയെങ്കിലും ഒരു ക്യാരക്ടേഴ്സ് ഒരു സ്ട്രിങ് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ പ്രിയ M കഴിഞ്ഞിട്ട് എൻറ്റർ അടിക്കത്തില്ല. ആ എൻറ്റർ അടിക്കുമ്പോഴത്തേക്ക് ഈ സ്ട്രിങ്ങിൻ്റെ ലാസ്റ്റ് ക്യാരക്ടർ /0 ആയിരിക്കും. ദാറ്റ് ഈസ് ദ നൾ സ്ട്രിങ്. അപ്പം നമ്മൾ P തൊട്ട് തുടങ്ങി നൾ സ്ട്രിങ് ആകുന്ന വരെ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് എണ്ണിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ലോജിക്ക് വെച്ചിട്ടാണ് ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്നത്. ഓക്കെ, സോ C++ ആയതുകൊണ്ട് എന്താ യൂസ് ചെയ്യേണ്ടത്? ജീനി യൂസ് ചെയ്യുക. എന്നിട്ട് ന്യൂ എടുത്തിട്ട് നിങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം ഫുൾ ടൈപ്പ് ചെയ്യുക. സോ ഫസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന #include_cstdio എന്ന് പറഞ്ഞ് ഹെഡർ ഫയലാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഇനി എന്തിനാണ് cstdio എന്ന് പറഞ്ഞ ഹെഡർ ഫയൽ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ cout, cInnൊക്കെ ഉപയോഗിക്കുന്നില്ല. ആ ഫങ്ഷൻസിൻ്റെ വർക്കിംഗ് നമുക്ക് ഈ ഒരു ഹെഡർ ഫയൽ, ലൈബ്രറി ഫയലിൽ കിട്ടത്തുള്ളൂ. ഓക്കെ, പിന്നെ യൂസിങ് നെയിം സ്പേസ് std ഇൻറ്റ് മെയിൻ. അത് കഴിഞ്ഞിട്ട് ഒരു നമുക്ക് ഇപ്പോൾ പ്രിയ M അത്രയും ക്യാരക്ടർ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഒരു അറേ, ക്യാരക്ടർ അറേ തന്നെ നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ ഒരു ക്യാരക്ടർ അറേ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഡേറ്റ ടൈപ്പ് char. ആ ഒരു അറേയുടെ പേര് str. അതിനകത്ത് മാക്സിമം നമുക്ക് 50 ക്യാരക്ടേഴ്സ് വരെ സ്റ്റോർ ചെയ്യാം എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേറെ 2 വേരിയബിൾസും കൂടെ വേണം. ലെങ്ത്ത് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടോ നമ്മൾ കൂട്ടി എഴുതണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലെങ്ത്ത് എന്ന് പറഞ്ഞൊരു വേരിയബിൾ, അതിൻ്റെ ടൈപ്പ് എന്തായിരിക്കും? ഇൻറ്റിജർ ടൈപ്പ് ആയിരിക്കും. അതിൻ്റെ സ്റ്റാർട്ടിങ് വാല്യൂ 0 ആയിരിക്കും. ആൻഡ് നമ്മൾ ലൂപ്പിൻ്റെ അകത്ത് ഇട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്യാരക്ടർ, സെക്കൻഡ് ക്യാരക്ടർ, തേർഡ് ക്യാരക്ടർ, അങ്ങനെ നൾ സ്ട്രിങ് ആകുന്നവരെ പോകണം. അപ്പോൾ അതിന് വേണ്ടി ഒരു ലൂപ്പിൽ ഒരു വേരിയബിൾ വേണ്ടി വരും, I എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അത്രയും രണ്ടും സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് നമ്മൾ സ്ട്രിങ് എൻറ്റർ ചെയ്യാൻ പറയണ്ടേ. അപ്പോൾ ആ ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് അതായത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, എല്ലാ പ്രോഗ്രാം 7 സ്ട്രിങ് ലെങ്ത്ത് നമ്മൾ റൺ ചെയ്യുമ്പോൾ എൻറ്റർ ദ സ്ട്രിങ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ആ മെസ്സേജ് വരുത്താൻ വേണ്ടിയിട്ടാണ് cout എൻറ്റർ ദ സ്ട്രിങ് കൊടുക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത എന്താ, നമ്മൾ ആ പ്രിയ M എന്ന് പറഞ്ഞ് ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ അത് സ്വീകരിക്കണ്ടേ. അപ്പോൾ പ്രിയ ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഞാൻ പ്രിയ ടൈപ്പ് ചെയ്ത് എൻറ്റർ അടിച്ചിട്ടില്ല. അപ്പോൾ പ്രിയ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് cin.getLine. cin എന്ന് വെച്ചാൽ കീബോർഡിൽ നിന്ന് സ്വീകരിക്കുന്ന ആ ഫുൾ ഒരു ലൈൻ ആയിരിക്കും. ആ ലൈൻ സ്വീകരിച്ചതിന് ശേഷം അത് സ്റ്റോർ ചെയ്യുന്ന എവിടെ ആയിരിക്കും? ഈ str എന്ന് പറഞ്ഞാൽ അറേക്കകത്തായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ 50 ക്യാരക്ടറാണ് മാക്സിമം. നമുക്കിപ്പോൾ തൽക്കാലം 25 ക്യാരക്ടർ വരെ സ്റ്റോർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ 25 മാറ്റി 50 ആക്കിയാലും യാതൊരു പ്രശ്നവും വരത്തില്ല.
അപ്പം അങ്ങനെ കൊടുക്കുക. പേരൊക്കെ വരുമ്പോഴത്തേക്ക് 25 കൂടുതൽ എന്തായാലും ക്യാരക്ടേഴ്സ് വരത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ST25 എടുത്തത്. അപ്പോൾ സിൻടാക്സ് ഓർമ്മയിൽ വേണം. ഗെറ്റ് ലൈൻ ഫങ്ഷനാണ് വിളിക്കുന്നത്. അപ്പോൾ CIN.getLine എവിടാണ് സ്റ്റോർ ചെയ്യേണ്ടത്, ആ ലൈന് ഗെറ്റ് ചെയ്തിട്ട് അത് സ്റ്റോർ ചെയ്യേണ്ടത് ഈ നമ്മൾ ഡിക്ലെയർ ചെയ്ത STR എന്ന് പറഞ്ഞ അറേയിലാണ്. മാക്സിമം എത്ര ക്യാരക്ടേഴ്സ്, 25 15 എന്തെങ്കിലും കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ സ്ട്രിങ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളപ്പോൾ സ്ട്രിങ് കിട്ടണമെങ്കിൽ പ്രിയാന്ന് കൊടുത്തതിന് ശേഷം എൻ്റർ അടിച്ചാൽ മാത്രമേ ആ സ്ട്രിങ് അവിടെ പോയി സ്റ്റോർ ആവത്തുള്ളൂ. ആ സ്ട്രിങ് സ്റ്റോർ ചെയ്യുമ്പോൾ ആദ്യമേ സ്റ്റോർ ആകുന്നത് P ആയിരിക്കും, പിന്നെ R, I, Y, A കഴിഞ്ഞാൽ എൻ്റർ കീ ആണ് ഞാൻ ഞെക്കിയത്. എൻ്റർ കീന് പകരം അവിടെ സ്റ്റോർ ചെയ്യുന്നത് ഈ ഒരു നൾ ക്യാരക്ടർ ആയിരിക്കും സ്റ്റോർ ആവുന്നത്. ഇതിനെയാണ് /0നെയാണ് നൾ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ആദ്യമേ P സ്റ്റോർ ചെയ്യുന്ന STRലല്ലേ, അപ്പോൾ അത് സ്റ്റോർ ചെയ്യുന്ന 0th ലൊക്കേഷനിലായിരിക്കും. അറേയുടെ STRൻ്റെ 0th ലൊക്കേഷനിലായിരിക്കും സ്റ്റോർ ആവുന്നത്. സോ I = 0 തൊട്ട് STR of I, അതായത് ഈ അറേയുടെ വാല്യൂ /0 ആകുന്നവരെ, നൾ സ്ട്രിങ് ആകുന്നവരെ. 0 എന്ന് വെച്ചാൽ ഫസ്റ്റ് ക്യാരക്ടറിൽ നിന്ന് തുടങ്ങി സെക്കൻഡ്, തേർഡ്, ഫോർത്ത് അങ്ങനെ നൾ സ്ട്രിങ് ആകുന്നവരെ പോകണം. അതിനുവേണ്ടിയാണ് ഈ ഫോർ ലൂപ്പ് ഉപയോഗിച്ചിരിക്കുന്നത്. 1 by 1 ആയിട്ട് പോകണം. അതുകൊണ്ടാണ് +++I കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ക്യാരക്ടർ എടുക്കുന്നു, അത് നൾ സ്ട്രിങ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അതായത് ഫസ്റ്റ് ക്യാരക്ടർ, നമ്മളുടെ ഒരു എക്സാമ്പിളിൽ ഫസ്റ്റ് ക്യാരക്ടർ ഏതാ, P ആണ്. അത് നൾ ക്യാരക്ടർ ആണോ, അല്ലാത്തതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നില്ല. അപ്പം നൾ ക്യാരക്ടർ അല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ലെങ്ത് ++. അപ്പോൾ ലെങ്ത്തിൻ്റെ 0 ഇപ്പോൾ ലെങ്ത്തിൻ്റെ ഇനീഷ്യൽ വാല്യൂ 0 ആണ്. അപ്പോൾ 0 ++ ചെയ്യുമ്പോഴത്തേക്ക് 0 + 1 ആണ്. സോ ലെങ്ത് വിൽ ബിക്കം 1. അടുത്ത ക്യാരക്ടർ റീഡ് ചെയ്യുന്നു, +I ചെയ്യുമ്പോഴത്തേക്ക് STR(1)ലോട്ടാണ് പോകുന്നത്. അപ്പോൾ STR(1)ൽ എന്താ കിടക്കുന്നത്, STR(0)ൽ P ആണ്, STR(1)ൽ R ആണ്. ആ R നൾ ക്യാരക്ടർ അല്ലാത്തതുകൊണ്ട് ലെങ്ത് ആഡ് ചെയ്യുന്നു. സോ ലെങ്ത് 2 ആകും. പിന്നെ അടുത്ത ക്യാരക്ടർ എടുക്കുന്നു, I എടുക്കുമ്പോൾ നൾ ക്യാരക്ടർ അല്ല, അതുകൊണ്ട് ലെങ്ത് ആഡ് ചെയ്യുന്നു. Y എടുക്കുന്നു, ലെങ്ത് ആഡ് ചെയ്യുന്നു. A എടുക്കുന്നു, നൾ ക്യാരക്ടർ അല്ലാത്തതുകൊണ്ട് ആഡ് ചെയ്യുന്നു. ആൻഡ് ലാസ്റ്റ് വൺ ക്യാരക്ടർ എടുക്കുമ്പോഴത്തേക്ക് നള്ളാകും. നള്ളാകുമ്പോഴത്തേക്ക് ലെങ്ത് ആഡ് ചെയ്യുമോ ഇല്ല, അപ്പം സ്റ്റോപ്പ് ചെയ്യും. കാരണം നൾ ക്യാരക്ടർ അല്ലെങ്കിൽ മാത്രമേ ലെങ്ത് ആഡ് ചെയ്യുന്നുള്ളൂ. എപ്പോഴാണോ നൾ ക്യാരക്ടർ ആകുന്നത്, അതായത് ലാസ്റ്റ് ക്യാരക്ടറിലോട്ട് എത്തുന്നത്, അന്നേരം അത് ഫോർ ലൂപ്പിൽ നിന്ന് പുറത്ത് വരും. പുറത്ത് വന്നിട്ട് എന്ത് പ്രിൻ്റ് ചെയ്യും, ലെങ്ത് പ്രിൻ്റ് ചെയ്യും. അപ്പം പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് COUT. എന്താണ് പ്രിൻ്റ് ചെയ്യേണ്ടത്, ഈ / എന്ന് വെച്ചാൽ ന്യൂ ലൈനിൽ വരാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളിപ്പോൾ എൻ്റർ ദ സ്ട്രിങ് പ്രിയ എൻ്റർ കീ കഴിഞ്ഞാൽ പിന്നെ പുതിയ ലൈനിലാണ് എന്ത് വരുന്നത്, ലെങ്ത് ഓഫ് ദ സ്ട്രിങ് എന്ന് പറഞ്ഞ മെസ്സേജ് വരുന്നത്. അപ്പം സോ ആ മെസ്സേജ് ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ഇസ് എന്ന് പറഞ്ഞിട്ട് അത് ഡബിൾ കോട്ട്സിലിട്ട് കൊടുക്കണം. എന്താണോ നിങ്ങൾ ഡബിൾ കോട്ട്സിലിട്ട് കൊടുക്കുന്നത് അത് അതുപോലെ വരും. അതിൻ്റെ അത് / എന്ന് വെച്ചാൽ ന്യൂ ലൈൻ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഈ COUTൻ്റെ ഈ ഒരു സിമ്പിൾ ക്ലോസ് ചെയ്യണം. കാരണം ആദ്യമേ നമ്മൾ പ്രിൻ്റ് ചെയ്യേണ്ട മെസ്സേജ് വന്നു. ഇനി എന്ത് വരണം, നമ്മളിവിടെ കൂട്ടി വച്ചിരിക്കുന്ന വാല്യൂ, അത് ലെങ്ത് എന്ന് പറഞ്ഞ വേരിയബിളല്ലേ, ആ കൂട്ടി വച്ചിരിക്കുന്ന വേരിയബിളിൻ്റെ വാല്യൂ ഇവിടെ വരണം, പ്രിൻ്റ് ചെയ്യാനായിട്ട് കൊടുക്കണം. ഇതൊരിക്കലും നമ്മൾ ഡബിൾ കോട്ട്സിൽ എങ്ങനെയൊന്നും ഇട്ട് കൊടുത്തേക്കരുത്. എങ്ങനെ ഡബിൾ കോട്ട്സിൽ ഇട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കും, ആ ലെങ്ത് അവിടെ പ്രിൻ്റ് ചെയ്ത് വരും. ഞാനൊന്ന് റൺ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഞാനിപ്പോൾ പ്രിയ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ഇസ് ലെങ്ത് എന്ന് തന്നെയാണ് വരുന്നത്. കാരണം അത് ഡബിൾ കോട്ട്സിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതല്ലല്ലോ വേണ്ടേ, ഈ കൂട്ടി വെച്ചിരിക്കുന്ന വാല്യൂ വരണം. അപ്പോൾ അത് ആ വേരിയബിളിൻ്റെ അകത്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വേരിയബിളിൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ലെങ്ത് എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, ആൻഡ് ലാസ്റ്റ് റിട്ടേൺ 0. അപ്പോൾ അത് ലെങ്ത് പ്രിൻ്റ് ചെയ്തതിന് ശേഷം തന്നെ സ്റ്റോപ്പായി പോകും.
സോ നമ്മൾ അങ്ങനെ ചെയ്തതിന് ശേഷം ഈ പ്രോഗ്രാം സേവ് ചെയ്യണം. സേവ് ചെയ്യുമ്പം എങ്ങനെ വേണം സേവ് ചെയ്യാനായിട്ട്, എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക, ലാസ്റ്റ് ഈ .cpp കൊടുത്ത് സേവ് ചെയ്യുക. പിന്നെ കമ്പൈൽ ചെയ്യുക. നോ എറേഴ്സ് കാണിക്കണം ഇവിടെ താഴെ. പിന്നെ ഞാൻ ഇത് കൂട്ടാം, കമ്പൈലേഷൻ ഫിനിഷ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ബിൽഡ് ചെയ്യുക. അപ്പം കമ്പൈലേഷൻ ഫിനിഷ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചു. ആൻഡ് ദെൻ റൺ ചെയ്യും. അപ്പോൾ സ്ട്രിങ് ചോദിക്കുന്നു, നമുക്ക് ഹായ്ന്നോ എന്തെങ്കിലും കൊടുക്കാം, ഹായ് ഹൗ എന്നൊക്കെ കൊടുക്കാം. അപ്പോൾ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്? HAI സ്പേസ്, അപ്പം 3 4 5 6 7. എന്നിട്ട് എൻ്റർ കീ അടിച്ചു കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് 7 എന്ന് കാണിക്കുന്നു. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ.